അപ്പോൾ ഈ മണിച്ചിത്രത്താഴിന് അന്ന് ഞങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് റൂമുണ്ട് മദ്രാസിൽ. എനിക്കും ബാച്ചിയും കൂടെ ഞങ്ങൾ ഒരു എഡിറ്റിംഗ് റൂം ഇട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തം പടങ്ങളാണ് ചെയ്യുന്നത്. അവിടെ ഈ ഒരു മുறை വന്ന് പാത്തായ പാട്ട് അതാണല്ലോ ഭയങ്കര അതിൽ എഡിറ്ററുണ്ട്, ബാച്ചിയുണ്ട്. എന്നാലും ബാച്ചി പറഞ്ഞിട്ട് ശോഭനെ വിളിച്ചു വരുത്തിയായിട്ട് കേട്ടിട്ടുണ്ട്. അത് അവർക്ക് കുറച്ചുകൂടെ ആ പാച്ചി പറയുന്നതും എഡിറ്റർ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ചിലപ്പം അവരുടെ ഡാൻസിൻ്റെ രീതിയിൽ. അപ്പം അങ്ങനെ വരെ പെയിൻ എടുക്കുന്നതുകൊണ്ടാണ്. അല്ലെ വേറെ ഫാസിലിൻ്റെ സ്ഥാനത്ത് പറഞ്ഞാൽ അവരിട്ടു ഇവർ തന്നെ എഡിറ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയും കൂടെ പാച്ചിയൊക്കെ പെയിൻ എടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ആ പാട്ടൊക്കെ ഇത്രയധികം വരുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം. പാച്ചിൻ്റെ വിശ്വാസം അത് തന്നെയായിരിക്കും. ഞങ്ങളുടെ ആ ടീമിൻ്റെ വിശ്വാസം അതാണ്. അവരോടുണ്ടെങ്കിൽ അതാണ് അവരിൽ നിന്ന് കൂടുതൽ വാങ്ങിച്ചെടുക്കാനേ സ്നേഹം കൊടുത്ത് തന്നെ അങ്ങനെ ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെയാണ് ഇതൊക്കെ. ചിലപ്പോൾ ശോഭന പാച്ചി അല്ലെങ്കിൽ വരുത്തൊന്നുമില്ലായിരിക്കും. ആ ഒരു സ്നേഹബന്ധങ്ങളുടെ ഗുണം കൊണ്ടാണ് അവരും വരുന്നത് അല്ലേ ആർട്ടിസ്റ്റുകൾ.